وبات إيوان كسرى وهو منصدع كشمل أصحاب كسرى غير ملتئم. وبات إيوان كسرى, കിസ്രയുടെ കൊട്ടാരം ആയിത്തീർന്നു. ഗൈറ മുൽതഇമി, വിളക്കി ചേർക്കാൻ പറ്റാത്ത രൂപത്തിലായിത്തീർന്നു. വഹുവ മുൻസ്വദിഉൻ, അതിങ്ങനെ പൊട്ടിപ്പിളർന്നിട്ടുണ്ടായിരുന്നു. കശംലി അസ്ഹാബി കിസ്ര, കിസ്രയുടെ അനുചരന്മാർ എങ്ങനെയാണോ ഛിന്ന ഭിന്നമായത്, അവരുടെ സൈന്യം എങ്ങനെയാണോ ഛിന്ന ഭിന്നമായത്, അതുപോലെ തന്നെ അവരുടെ കൊട്ടാരവും തകർന്നുപോയി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് കിസ്രയുടെ കൊട്ടാരം കിടുകിടാ വിറച്ചുകൊണ്ട് അതിലെ 14ഓളം ബാൽക്കണികൾ തകർന്നു വീണു. കിസ്ര എന്ന് പറയുന്നത് പേർഷ്യൻ രാജാക്കന്മാർക്ക് പൊതുവെ പറയുന്ന പേരാണ്. അങ്ങനെ ഈ തകർന്നതിന് ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് ശേഷം പിന്നെ 14 രാജാക്കന്മാർ വരെ മാത്രമേ ഭരണം നടത്തിയിട്ടുള്ളൂ. അതോടുകൂടെ കിസ്ര എന്ന് പറയുന്ന ആ ഒരു വലിയ സാമ്രാജ്യത്വ ശക്തി അവിടെ അവസാനിക്കുകയായിരുന്നു. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്തു തന്നെ ആ തകർച്ചയിലേക്ക്, പേർഷ്യയുടെ വലിയ തകർച്ചയിലേക്കുള്ള സൂചന അന്നു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രകടമാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.